ഇന്നലെ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ കേരളക്കര മൊത്തം ആവേശം കൊണ്ടത് നമ്മൾ കണ്ടു. പക്ഷേ മറുവശത്ത് സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ മുങ്ങിപ്പോയ ഒരു മത്സരമുണ്ടായിരുന്നു. കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് വെസ്റ്റ് ട്രിവാൻഡ്രം റോയൽസ്. ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സൽമാൻ നിസാറും അഖിൽ സ്കറിയയും ചേർന്ന് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ഒരു വമ്പൻ ടോട്ടൽ മറികടന്നുകൊണ്ട് ഗ്ലോബ്സ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചു. പറയുമ്പോൾ വളരെ വലിയൊരു ടോട്ടൽ ആണെന്നൊക്കെ നമ്മൾ കരുതും. അല്ല, 174 റൺസുകൾ മാത്രമാണ് ഗ്ലോബ്സ്റ്റേഴ്സ് ചേസ് ചെയ്തത്. പക്ഷേ ഒരു സമയം 13 ഓവറിൽ 73 എന്ന നിലയിൽ നിന്ന ഗ്ലോബ്സ്റ്റേഴ്സിന് പിന്നീടുള്ള 7 ഓവറിൽ വേണ്ടിയിരുന്നത് 102 റൺസുകളാണ്. ഈ 102 റൺസുകളാണ് ഇരുവരും ചേർന്ന് കൃത്യമായ പ്ലാനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായ സമയത്ത് ഫിനിഷ് ചെയ്ത് ഒരു ഓവർ ബാക്കി നൽകി ഗ്ലോബ്സ്റ്റേഴ്സിന്റെ ആദ്യ വിജയം കുറിച്ചു കൊടുത്തത്. സൽമാൻ 51 റൺസ് നേടിയപ്പോൾ മറുവശത്ത് സ്കറിയ 66 അതുപോലെ തന്നെ 3 വിക്കറ്റും കരസ്ഥമാക്കുന്നത് നമ്മൾ കണ്ടു. അതെ, കേരളത്തിന്റെ 2 യങ് സെൻസേഷൻസ് നിറഞ്ഞാടിയ മത്സരത്തിൽ ഗ്ലോബ്സ്റ്റേഴ്സിന് ആദ്യ വിജയവും കരസ്ഥമാക്കാൻ കഴിഞ്ഞു.